दर्शक का स्वागत है आपके फेवरेट रिएक्शन चैनल में। और आज हम लेके आए ई परकुम तलीका मूवी के सीन 3 का रिएक्शन। और जो पहले 2 सीन्स थे ना उनमें अलग अलग तरीके से मजा थे, लेकिन मेरा जो वो फेवरेट है ना वो अभी भी वो रिपोर्टर सीन ही है। जिस तरीके से वो खड़ी रहती है और उसके पीछे सब कुछ होता रहता है। देखते हैं आगे क्या होगा, तो अभी देखो लेट्स स्टार्ट। ഇന്ന് ബാങ്കിൽ ചെന്ന ലോണിന്റെ ആദ്യ ഗഡു തരാമെന്ന് കൈമൾ സാറ് പറഞ്ഞതല്ലേ? ആ ഒരു കാര്യം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇവിടുന്ന് നേരെ ബാങ്കിലേക്ക് പോയാലോ? വണ്ടി എന്തിനാ കൊണ്ടുവരുന്നത്? കാണണോന്ന് പറഞ്ഞേ. ഓ അത് സാരമില്ല, ഇന്നലെ എന്റെ ഭാര്യ കണ്ടു. माय वाइफ എന്റെ വീട്ടിൽ വെച്ച് ടിവി ഇന്റർവ്യൂല്. वो इंटरव्यू से फायदा हो गया इनको यार। എവളെ? എന്റെ ഭാര്യയെ, അവളുടെ പേര് ഭാഗ്യ എന്നാണ്. अरे वाह, ചേച്ചിയെ പരിചയപ്പെടണമെന്നുണ്ട്. വീട്ടിലേക്ക് ഞങ്ങൾ വരാനിരിക്കായിരുന്നു. കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായിട്ട് വേണം. നിങ്ങളെ പ്രോഗ്രാം കണ്ടിട്ട് ബാംഗ്ലൂരിന്ന് ജിഎം വിളിച്ചിരുന്നു. अच्छा ഇന്റർവ്യൂല് ബാങ്കിന്റെ പേര് എടുത്തു പറഞ്ഞത് പുള്ളിക്കാരന് വലിയ സന്തോഷായി. അല്ല ബാങ്കിന്റെ പേര് പറഞ്ഞ നന്നായില്ലേ ഇപ്പൊ? വണ്ടിയുടെ ആൾട്രേഷൻ പണിക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകേണ്ടതുകൊണ്ട് ആർസി ബുക്ക് എടുത്തിട്ടില്ല. ഓഹോ, വണ്ടിയുടെ പണിയെന്ന് കഴിയും. എപ്പോഴേ കഴിഞ്ഞു? അത് കൂടിപ്പോയ 3 ദിവസം. അതിനുശേഷം അതിന്റെ അടുത്ത ഗഡു 40%. 40%। ഹലോ സുധാര, മൊബൈൽ ഹെറിറ്റേജ് റെസ്റ്റോറന്റിലുള്ള ആദ്യ ഗഡു ഒരു 20,000 rupees ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് ഇപ്പൊ തന്നെ കൊടുത്തേക്ക്. ഓക്കെ, फाइनली ആ ചെല്ലു സുധാരണ ഉണ്ടാ മതി. അപ്പൊ all the मिस्टर best. सुधाकरन कौन है? अरे यार आराम से ये क्या हो गया? ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ പെട്ടതല്ല സാർ. ഏതായാലും വന്നതല്ലേ, അതിരിക്കട്ടെ. ഒരു കോംപ്ലിമെന്റ്. പോയ ബുദ്ധിയും തന്ന ഇടിയും തിരിച്ചെടുക്കാൻ പറ്റില്ല. എന്താണ് നിനക്ക് തിരിച്ചെടുക്കണമെന്നുണ്ടാ? ഇടിയടാ, ഇടിയടാ. ഞങ്ങള് ബുക്കും പേപ്പറായിട്ട് വന്നാണ് സാർ. പിന്നെ പേന നിന്റെ അപ്പം കൊണ്ടുവരണ. അയ്യോ, വണ്ടിയുടെ ബുക്കും പേപ്പറായിട്ട് വന്നാണ് സാർ. എന്നാ പിന്നെ നേരത്തെ പറഞ്ഞൂടെ? എല്ലാം റെഡിയായി വെച്ച് തോന്നിവസരാണ് പാവം. ഇല്ല സാർ, ഞങ്ങളൊരു മൊബൈൽ റെസ്റ്റോറന്റ് തുടങ്ങാനുള്ള പരിപാടിയാ. സാങ്ഷൻ ഒക്കെ ഇല്ലാത്തത് സാർ. നിനക്ക് ഹിന്ദി അറിയാമോ? ഏ? ഹിന്ദി. ആ, ഇവനറിയാം. അച്ഛാ, ആഹാ, എന്താ? बोलो ദേ ഇവരോടൊന്ന് ചോദിച്ചേ, ജ്വല്ലറി കയറി ആരാ മോഷ്ടിച്ചെന്ന്. ആരാ? हिंदी में पूछो അവർക്ക് മനസ്സിലാണം. किसने चोरी की। ഒന്ന് വിളിച്ചു സാർ. ഒന്ന് അങ്ങോട്ട് നീങ്ങുന്നേ. അനിയനെ കേറിയുന്നേ. अरे हिंदी बोला था। ഇടിച്ചിട്ട് ചോദിക്കുമ്പോ അതിന്റെ ഒരു ഇടി ഞാൻ ये तो ഇട്ടോ. पुलिस भी कर देती थी। വ്യക്തമാക്കി. कौन तेरे डब्बे ना होना? हैं? ബനാന അല്ല, ഹിന്ദി. कौन तिरपिट हो ना? सब बना कौन तेरे डब्बे ना होना? കുച്ചിനായി കർത്താ സാബ്. അയ്യോ, എന്താണ് ഇവൻ പറഞ്ഞ? കുറച്ച് കറുത്ത നിറമുള്ള ചെയ്തു എന്നാ. डार्क स्किन मैन, अरे वो सारे डार्क स्किन है। അയാളുടെ പയറുമണി किडनी വയറുമണി നിന്റെ അച്ഛനെ പറിച്ചെടുക്കും. പിന്നെ ഹിന്ദി എന്താണ് ഹുസൂർ എന്ന് പറഞ്ഞത്? हुजूर रिस्पेक्ट വിളിച്ചതാ. फादर। മേരാ അച്ഛാ, അച്ഛാ. अरे अरे यार बस कर दो, पिटवा के चले गए। കൃഷ്ണേട്ടൻ കട क्या അടച്ച് हिंदी പോയി आती है? നോക്കാം. हाँ अब कौन है पीछे? എന്താടാ ചങ്ങലയുടെ ശബ്ദം ലഡ്കി. കേൾക്കണേ? വണ്ടിന്റെ എന്തെങ്കിലും ഇളകി വീണായിരിക്കും. നിന്റെ കരുനാക്ക് ഉടച്ചൊന്നും പറയാതിരിക്കോ? നീ ലൈറ്റ് വന്നിട്ട്. क्या है? ए? ओ ये राजस्थान की लग रही है। ഇതെവിടെ തോന്നു കയറി? കണ്ടിട്ട് ഒരു കാബൂളി സ്റ്റൈൽ ഉണ്ട്. काबुल काबुल അപ്പൊ സംശയിക്കണ്ട, चने പോലീസ് സ്റ്റേഷനിൽ കണ്ട ഗ്യാങ്ങിൽപ്പെട്ട സാധനമായിരിക്കും. അല്ല ഈ പാണ്ടക്കെട്ടൊക്കെ ഫുൾ സെറ്റപ്പിലാണ് കിടക്കണത്. അയ്യേ, ഈ വൃത്തിയുടെ സാധനത്തിന് പിടിക്കാൻ എന്നെ കിട്ടുന്നു. അതിനല്ല പുറത്തൂടെ വെക്കാനാണ്. उठाओ, उठाना तो पड़ेगा। अरे पर उसको ऐसे उठाओ, ऐसे उठा हाँ, रहे ये हो। क्या पार्सल थोड़ी है। നീ എന്തേ കാണിക്കുന്നേ? ഞാൻ പുറത്തേക്ക് കിടക്കണത്. അത് ശരി, ഞാൻ വിളിച്ചു നിന്റെ ആ കട്ടിലേക്കായിരിക്കും. അത് പള്ളി പറഞ്ഞ മതി. ആ, ഓടായി ഓടായി. अरे ഇറങ്ങ്, ഇറങ്ങ്, ഇറങ്ങ്. कुसले इमरा था इसने माने करी इमरा आंधले ही चुगा ഇത് ഏത് ഭാഷ? हाँ ये तो पूरे माना तड़ा ആ അത് പറ, ഞാൻ പറയാ ഇത് മലയാളം അല്ല. She's राजस्थानी। പണ്ടാറട ഞാനായിട്ട് ഇതിന് ഏത് ഭാഷ പറഞ്ഞു राजस्थानी भी नहीं लग रही। സാരേ ജഹാം സെ അച്ഛാ. ഈ വണ്ടിക്കകത്ത് ഹിന്ദുസ്ഥാൻ. കയറിയിട്ട് സാറിന് ഇഷ്ടായി. इसका क्या जरूरत था यहाँ पे? ഈ വണ്ടിയിൽ അങ്ങനെയാണ് ഞങ്ങളുടെയാണ്. വാട്ട്സ് യുവർ നെയിം? ഓ, ഞാൻ പേർ പ്യാർ ചെയ്യുന്നത്. बेटा बेटा उछला पासला അമ്മോ ഇത്രയും വലിയ പേര്. പേര് തന്നെ പറഞ്ഞത് ആർക്കറിയാം? चुआ चुआ ആജാ പാജാ കുർസി കുർസി कुर्सी 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 ये कुर्सी कुर्सी ये कॉकरोच है वो। ये സുന്ദരൻ. തെറ്റിദ്ധരിക്കണ്ട, പേരിൽ മാത്രമേ ഉള്ളൂ. ഏ ഉണ്ണി. लूटा ആ വണ്ടിക്ക് ധാരാളം ब्यूटा लूटा ഏ, बोला ലൂട്ടാ वो। ലൂട്ടാ. लूटा बसंती बसंती। बसंती।
ഇപ്പൊ എന്റെ ബലമായ സംശയം ഇവള് സംസാരിക്കുന്നത് ഗുജറാത്തി. പണ്ട് ജനറലോചി ഞാൻ മലയാളം അറിയില്ല നീ പറ ഓ പോലീസുകാരൻ എന്നോട് ഒരു വാക്ക് What? പറയണ്ടായി What? എന്താ അത്? Oh my क्या था? God. ആ കിട്ടി കോനാരാ ബബ്ലൂജി ആ അവക്ക് മനസ്സിലാവുന്നുണ്ട് കോനാരാ ബബ്ലൂജി എടാ അതൊക്കെ അറിയായിരുന്നടാ कौन आ रहा बबलू जी? രാവിലെ മുതൽ നാട്ടുകാരടി പോലീസുകാരടി ഇപ്പൊ നിന്റെ അടി ഞാൻ വിളിച്ചണ്ട് നിന്നോടൊന്നും നാക്കോട്ട് സംസാരിക്കാൻ പറ്റില്ല വാടി ഇവിടെ चलो बाहर. यार मत करो ऐसा. എന്റെ സ്വഭാവം മഹാപെശക മഹാപെശക ഞാൻ ആരാന്ന് നിനക്കറിയില്ല ആരാ നിനക്ക് നിനക്കും അറിയില്ല अरे यार. अरे यार. ഇന്നെങ്കിലും എന്റെ കാര്യങ്ങൾ നടത്തി തരണം നിന്നോടല്ലാതെ ഞാൻ ആരോടാ ഈ കാര്യങ്ങളൊക്കെ പറയാ നിന്നെ കണ്ടോണ്ട് പോയ ഗതി കിട്ടില്ല എന്ന് നിനക്കറിയാലോ अच्छा तेरे को मत ആ देखो भाई. വണ്ടിയുടെ ഇടയിൽ കയറി നിന്നോളൂ. ഇപ്പൊ മനസ്സില്ല അങ്ങനെ പറയരുത് സുന്ദര बस के नीचे छुप നിന്നെ जा. കണി കണ്ടോണ്ട് നിന്റെ पहले അച്ഛൻ उसको देखे थे, കാളച്ചട്ടിക്ക് सुबह तो പോകുമ്പോഴല്ലേ काम अच्छे नहीं പോത്ത് होते. बैड हूँ मैं. അതൊരിക്കലല്ലേ പറ്റുള്ളൂ ഇനി ഇവനങ്ങനെ നേരെ കയറി വരുമോ എന്താ ഇപ്പൊ ചെയ്യാ കൊണ്ടാടങ്ങാനായിട്ട് എന്നെ കണ്ടുപോയിട്ട് പോത്ത് കുത്തിച്ചാവണ്ട ആ. आंखें बंद करके जाएंगे. അയ്യോ. अरे अरे यार यार गड़बड़ नहीं हो तो गई. उल्टा होगा. ആ. अरे वो सुपड़ी है. ये फिर आ गई. गिरे. हाय हाय सुबह सुबह हाय गोबर से. എടാ ഉണ്ണി ദേ അവളുടെ ആങ്ങളായിട്ട് വന്നേക്കണ് ഞാനെടാ ഉണ്ണി അതൊക്കെ പള്ളി പറഞ്ഞാ മതി മിണ്ടാരെടാ ഞാനെടാ ഉണ്ണി അയ്യോ, ഇവര് ഇന്നലെ ഇറക്കി വിട്ടതല്ലേ അതിനെ ചോദിച്ച എപ്പോഴാ കയറിയെന്ന് വേഗം പിടിച്ചിറക്കട്ടെ അതിനെ അത് നിനക്കും ആവാം ഞാൻ ഇത്ര വൃത്തിയായിട്ട് കേസ് വന്നിട്ട് हिंदी केस है. എന്നാ ഇപ്പൊ മാറ്റാണല്ലോ ഞാൻ തിരിച്ചു വരുമ്പോ ഈ സാധനത്തിനോട് കണ്ടിട്ടേക്കോ പറഞ്ഞങ്ങനെ ഇറക്കി വിട്ടേക്കണം മുടിഞ്ഞ പലിശയാ 115 15 rupees. ബ്ലൈഡല്ല വെട്ടുകത്തിന്ന് പറഞ്ഞാലേ കൃത്യാവൂ. എന്ത് ചെയ്യാനാ കൃഷ്ണേട്ടാ വണ്ടിയുടെ പണി തീർത്ത് കൈമൾ സാറിനെ കാണിക്കാതിരിക്കാൻ പറ്റും വാസു പിരിവിനിറങ്ങും മുമ്പ് എത്ര ഒരു ഓട്ടോ പിടിച്ചങ്ങ് പോവാം. ये क्या करेंगे? अरे यार. ആ പള്ളിയൊക്കെ കഴിഞ്ഞാ അവനിങ്ങോട്ട് വന്ന മുമ്പേ പടിയറിയിക്കോ പടയപ്പച്ചന ആ പടയപ്പ സിനിമ പടയപ്പ. തലം വിട്ടോ അവന് ദേഷ്യം വന്നിട്ട് കോപോരിക്കും പിടിച്ചാ കിട്ടൂല വെക്കോ. ബുക്കാറോ ആ ബുക്കാറോ. ബുക്കാറോ അറിയാൻ പാടില്ല ബുക്കാറല്ല വീട് ബുക്കാറോ भूख लग रही है. ആ, സാധാരണ ഞങ്ങൾക്ക് ബുക്കാറ വന്നു കഴിഞ്ഞാ ഒരു മൊന്തോ വെള്ളമായിട്ട് Water. പോയിരുന്നു भूख लग रही है उसे. ബുക്കാറോ ചിന്നക്കുട്ടി ചിന്നക്കുട്ടി. ഗർഭാണോ ഹാ ഗർഭ ദൈവമേ അവൻ വന്ന ഈ ഗർഭാ. കെട്ടിവെക്കും 5-6 രൂപ മറ്റേ क्या തലയിൽ लैंग्वेज किया फिल्मों pregnant. में. പ്രായമൊന്നും ആയിട്ടില്ല പോയ ഇഡലി ഗർഭ ദോശ ഗർഭ ബടാ ഗർഭ अच्छा वो खिला. समझ आया. അമ്മേ ശ്വാസം നേരെ വീണ് വിശക്കുന്നുണ്ടല്ലേ ആ. ആ, ഈ ഇഡ്ഡലി ദോശ ഗർഭം മേടിക്കാനായിട്ട് ആ ദുഷ്ടായി അവൻ എനിക്ക് പൈസ തന്നില്ല പൈസ ഓ, ഭാഗ്യം പൈസ ഓ. പൈസ തന്നെയാണ് ओह पैसे तो बहुत है उसके पास. പൈസക്കാരിയാണല്ലേ ഈ ബാങ്കിൽ ഇനിയും പൈസ ഉണ്ട് और है और है. अरे यार. ഇഡ്ഡലി ദോശ വട ഗർഭ എനിക്ക് പൊറോട്ടയും ചിക്കനും ഗർഭ परोठा एंड चिकन. ദൈവമേ എത്ര കാലായി 50 50 रुपए. Fresh note. തോന്നണില്ല खर्च करने का मन नहीं करता. അപ്പൊ ഒരു ഫോട്ടോ സ്റ്റാറ്റിന്റെ കാശും കൂടി ഗർഭ आ गए. എന്ത് രാവിലെ അലവലാതി പെണ്ണ കളി കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു ഒരു കാര്യവും നടക്കൂല अच्छा. മനുഷ്യനെ മെനക്കെടുത്താൻ अब अंदर ही है. ഇറങ്ങിക്കോളും. അമ്മേ ओह माय गॉड राक्षसनी लग रही है वो. बहुत खराब ये शॉट क्या था. देख लिया. നിന്നോട് ഞാൻ രാവിലെ പറഞ്ഞല്ലേ ഈ പോത്തിനോട് ഇറക്കി വിടണമെന്ന് ഈ ബഫലോ? പോത്തിനെ ഞാൻ ഇറക്കി വിടാൻ പോയപ്പോ ദേ ഇങ്ങനെ കാണിച്ചിട്ട് വിശക്കണെന്ന് പറഞ്ഞു എന്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞപ്പോ ഇവിടുന്ന് 50 രൂപ എടുത്തു തന്നു 15 രൂപയുടെ കാപ്പി ഞാൻ കഴിച്ചു ബാക്കി 35 രൂപയുടെ ഐറ്റംസ് ദേ കയറ്റിക്കൊണ്ടിരിക്കുന്നു നീ എന്തിനാ നിനക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പോയത് എവിടെയെങ്കിലും പോയി പണ്ടാരം കേട്ടോ അപ്പൊ ഞാൻ പട്ടിണിയായി പോവില്ലേ അത് ശരി ഈ ജന്തു തിന്ന് തീർന്നാൽ ഉടനെ കൊണ്ടേ കളഞ്ഞേക്കണം Creature. കളഞ്ഞോളൂ എന്താ वो ऐसे ही खा रही है. എടാ, ഈ പെണ്ണിനെ കൊണ്ടേ കളഞ്ഞേക്കണമെന്ന് നീ ഒരു പച്ചരി കണ്ട കിട്ടണ ബസ്സിൽ കയറ്റി വിട്ടോളാം എന്റെ 5 പൈസ ഇല്ലേ ദേ കള്ളം പറയരുത് മനസ്സുണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി നീ എന്റെ തലയെ കൈ വെച്ച് സത്യം ചെയ്തേ എന്റെ കയ്യിൽ 5ന്റെ പൈസ ഉണ്ടെങ്കിൽ നീ ചത്തുപോട്ടെ ഞാൻ ചത്തുപോട്ടെ എന്നല്ലേ എനിക്കിപ്പോ വിശ്വാസം നിന്റെ ഈ കാശുണ്ട് ചേട്ടാ സത്യം പൈസ ഇല്ല എടാ എന്റെ 5ന്റെ പൈസ ഇല്ല എടാ ഞാൻ എനിക്ക് വിശ്വാസം എന്റെ അമ്മോ आ गए. कुरूप सर. कुरूप. ഇങ്ങോട്ടാ दोनों पैर एक साथ बाहर निकालते हो. സാറ് വന്നിട്ട് ഒരുപാട് നേരമായോ എന്താ മൊബൈൽ റെസ്റ്റോറന്റ് ചൂടായിട്ട് എന്തുണ്ട് ചൂടായിട്ട് ഉണ്ണിയുണ്ട് 19 और. 2 ഉണ്ണിയപ്പോ ഒരു ചായ എടുക്കേ അതിനും വേണ്ടേ ആ അവിടെ ഉള്ളൂ ഞാൻ വെയിറ്റ് ചെയ്യാം
अंडर कंस्ट्रक्शन। ये कौन है, ये जानते हैं? कस्टमर। ആരടാ അവള്? ആരടാ അവളെന്ന്? वो थोड़ा छुपने का कर रही थी। കച്ചവടം തുറക്കുന്നതിന് മുമ്പ് പെൺപാണിപ്പ് Human തുടങ്ങി. सिस्टर രണ്ടുപേരുടെ മോച്ച കണ്ടാൽ അറിയില്ല സാറേ ഇവന്റെ പെങ്ങളാണെന്ന്. सिबलिंग्स है ना? कहीं से भी नहीं लग रहे भाई। ഇവൻ പറയുന്നത് ശരിയാണോടി വെച്ചേ? ബാസന്തി ഇതിന്റെ बासुंदी താഴെ नहीं, वो बसंती है। ഇവൻ നിന്റെ ആംഗ്ല തന്നെ ആണോന്ന്? बड़ा लुटले साढ़े अंधेरी भागरा माती बनानी बीको यानी अंधेरी बंदरा അച്ഛാ അച്ഛാ. ये कौन सी भाषा है, मुझे समझ ही नहीं आ रही। ഭ്രാന്തിയാണ് സാർ. കാണേണ്ടി വരുന്ന ഒരു My കുട്ടി God. എങ്ങനെയാണ് സാർ നോർമൽ ആയിട്ട് ജീവിക്കാൻ പറ്റുക? ഓ മൈ ഗോഡ്. നിനക്ക് ഞാൻ വിഷമിക്കില്ല നീ. സുന്ദര പ്രേമിച്ചിട്ടല്ല. സാറ് मेरा കൂട്ടി पैर। കുത്തിയെടുക്കുന്ന എന്റെ കാര്യം. अरे यार। എത്ര വയസ്സായി? കഴിഞ്ഞ ചിങ്ങത്തിൽ 37. നിന്റെ കാര്യമല്ലോ 47? वो उसके ऊपर नहीं കുട്ടിക്ക് 25 വയസ്സായി. കണ്ടാൽ അത്ര തോന്നൂലല്ലേ സാറേ? ഇടയ്ക്കിടയ്ക്ക് ഭ്രാന്താശുപത്രി ഒന്നും ജയിലും ചാടി Mental അല്ല, hospital से സെല്ലും भाग ചാടി आती है ഇവിടെ वो। വരും. ഇവന്റെ പെങ്ങളായതുകൊണ്ട് ഞാനൊന്നും പറയാറില്ല. क्या बात है, क्या बात। ഐ ആം സോറി. ദൈവം ആ കുട്ടിക്ക് നല്ലത് വരുത്തട്ടെ. ഞാൻ വരട്ടെ. तो नहीं कुछ बोलना मत अब। എടാ, ടാ, ചിക്കടാ, നീ എന്താ പറഞ്ഞത്? എന്റെ പെങ്ങളാണ്, അവക്ക് തലക്ക് വട്ടാണ്. നീ അവക്ക് എന്തെങ്കിലും സംഭവിച്ച എന്റെ തലയിൽ ഇരിക്കട്ടെ അല്ലേ? എനിക്കൊന്നും പറയാനില്ല. 50 രൂപയുണ്ട്, അവൾ എവിടെയെങ്കിലും കൊണ്ടേ കളയും. അങ്ങനെ अरे अभी तो उससे उसकी कसम खाई थी, मेरे पास 1 रुपया भी नहीं है। अरे, എവിടെന്നാണ് ഞാൻ പോയത്? 50 का नोट है। ഞാനെന്റെ ഷർട്ടിന്റെ കൈ മടക്കി നിർത്ത്. എടാ, നീയല്ലേ എന്റെ തലയിൽ കൈ വെച്ച് സത്യം ചെയ്തത്? നിന്റെ നെഞ്ചിൽ പൈസ ഇല്ലെന്ന്. 5 പൈസ ഇല്ലാന്നല്ലേ 5 पैसे तो नहीं देना। പറ്റില്ല. എന്താ പറ്റാത്തെ? ഇത് 100 ആക്കി തന്നാലും ഞാൻ കൊണ്ടേ കളയും. Make it 100 പെങ്ങാമാരെ കൊണ്ടൊന്ന് ബസ്സിൽ പോകാൻ പറ്റുന്ന കാലമാണ്. तो ഞാൻ ഒട്ടനെ പോകുള്ളൂ. നീയല്ലേ പറഞ്ഞ പിശാചന്റെ പെങ്ങളാണെന്ന്? हाँ। എടാ ആ സമയത്ത് അവളുടെ മുഖമായിട്ട് മാച്ച് ചെയ്യുന്ന വേറൊരു മുഖം ഞാൻ കണ്ടില്ല. അതൊക്കെ പോട്ടെ, ഇനിയിപ്പോ മാറ്റി പറയാൻ പറ്റുമോ? എന്നാലേ എന്റെ പെങ്ങൾ എന്റെ കൂടെ सिस्टर നിൽക്കുന്നതാണ് साथ എനിക്ക് रहेगी। അപ്പൊ ഞാൻ എങ്ങനെ തിരിച്ചു വരും? സുന്ദര, ഇനിയിപ്പോ നീ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് वहीं रह जाओ। ഒന്നും ചെയ്യാനില്ല. അതൊക്കെ റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നടന്നു വന്നാ മതി. ഇനിയിപ്പോ വരുന്ന വഴിക്ക് പാണ്ടിലൂർ Runs you over. എനിക്കൊരു വിഷമമില്ല. और പാണ്ടിലോറി ഇടിച്ചു ചേർത്താൽ ഒരു അഭിമാനമുണ്ട്. എന്നാൽ ഈ പാട്ട കയറിച്ചാകലെന്ന് എന്റെ പ്രാർത്ഥന. എടാ, നീ അവളുടെ പാട്ടൊക്കെ എടുത്തോണ്ട് പോയേ. उनके फादर बस के नीचे आ गए थे ना। दुष्टन ഏ? दोस्त ഞാൻ പഠിപ്പിച്ചു കൊടുത്തൊന്നുമല്ല ട്ടാ. मैंने വാ, नहीं വാ. सिखाया। എന്റെ കൈ അത്. ഓ, ശവത്തിന്റെ കൈ മാറിപ്പോയി. എടാ, വാ. വൃത്തിയായിട്ടത് കുളിക്കാൻ നടക്ക. ഇനി അവനാണോ? ആ നീയെ പറ്റി ആ, ഞാൻ 10 മിനിറ്റായി വന്നിട്ട്. ആ മാരണത്തിന് എവിടെ കൊണ്ടേ കളഞ്ഞേ? ഓ, ഒന്നും പറയണ്ട. कहाँ छोड़ के आए? ഇവിടുന്ന് നേരെ ഇറങ്ങിയപ്പോഴാണ് ചെട്ടിക്കാട് പള്ളി പെരുന്നാളെന്ന് കേട്ടത്. ആ. ജെട്ടിന്ന് ചെട്ടിക്കാട്. ബോട്ടും പിടിച്ച് ചെട്ടിക്കാട് പള്ളി ചെന്നിറങ്ങിയപ്പോ ജനസമുദ്രം. ആ. ഞാൻ ആംഗ്യ ഭാഷയിൽ ഈ കുർബാന കാണിച്ചു തരാന്ന് പറഞ്ഞ് ജനങ്ങളുടെ ഇടയിലേക്ക് കയറ്റി വിട്ട് ഞാൻ ഇങ്ങോട്ട് മുങ്ങി. ഈ ഇറച്ചി തിന്നാ പല്ലിന്റെ ഇടയിൽ കയറും. നീ എവിടെ നിന്ന് ഇറച്ചിന്ന്? അല്ല, ഇറച്ചി തിന്നാ പല്ലിന്റെ ഇടയിൽ കയറുമെന്ന് പറഞ്ഞതാ. ഞാനൊന്നും തിന്നില്ലേ. ഇനി അത് കുത്തി കുത്തി ചോദിക്കും. കുത്തണില്ല. ജമ്മോ. अरे यार। നീ വല്ല കഴിച്ചാ? ഞാൻ ബ്രെഡും പഴവും. ബ്രെഡും പഴവും അതൊക്കെ ഗ്യാസാണ്. ഗ്യാസ്? गैस? അപ്പൊ പിന്നെ ഇതും വേണ്ടായിരിക്കുമല്ലോ. അത് വേണ്ടെന്ന് പറയോ? ഇത് ഗ്യാസിന് നല്ലതാ. इससे कुछ नहीं അതിന്റെ होता। മുക്കാൽ ഭാഗം എനിക്കാട്ടോ. സംഗതി നീ എന്നെ വഴക്ക് പറയുമെങ്കിലും നിനക്കതൊരു इनके पास സ്നേഹം ड्रिंक हो जाए रात की वो काम हो जाता है। ആ ജന്തുവിനെ കൊണ്ടേ കളഞ്ഞതിലുള്ള സന്തോഷത്തിനാ. मुझे लग रहा है अभी भी अंदर ही है शायद वो। ഓ, ഒരു പിശാചി. ഗുഡ് മോർണിംഗ് സാർ. पिशाची। എന്താണ് ഒരു പരി- ഓയ്. എന്താണ് ഇത്? അത് സാറിനെ കണ്ട് പേടിച്ച് മൂത്രം പോയതാ. मूत्र മൂത്രത്തിൽ ये मूत्र ऐसे हो सकता है। കുപ്പി പൊട്ടിയതാ സാറേ. शराब അത് और നാളത്തേക്ക് മൂത്രം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുപ്പി എടുത്ത് വെച്ചതാ. അപ്പളാ സാറിന് തട്ടി. यूरिन सैंपल। अरे ഈ यार। മൂത്രത്തിൽ കുരുമുളകിന്റെ അസുഖണ്ടേ? കുരുമുളക. घूम के देखो। അതിന്റെ അസുഖണ്ടേ? നമക്. ഇന്ദുപ്പിന്റെ. എവിടാ നിന്റെ പെങ്ങള്? छोड़ के आ गए। ആ നിന്റെ സിസ്റ്റർ അവള് അവള് ഉറങ്ങിയ ആശുപത്രിയിലാ. asleep? അവള് ആശുപത്രിയല്ല. പറഞ്ഞാ, എന്താണ് ഒരു ചേർച്ചയില്ലായ്മ? അത് ഞങ്ങളുടെ ജാതകത്തിന്റെ സാറേ. ജാഥ? അല്ല ശബ്ദത്തിന്റെ മഞ്ഞിന്റെ അതൊരു ശബ്ദമൊന്നും മിണ്ടല്ല നമ്മള്. കോൺസ്റ്റബിളെ, अंदर ही थी वो, क्यों नहीं छोड़ के आए? പെങ്ങളെ ഇന്ന് ഇവന് എടാ തെണ്ടി, ഒരു സഹോദരി ഇല്ലാത്ത ദുഃഖം അനുഭവിക്കുന്ന ആഹാ. മനുഷ്യനാ ഞാൻ. दुख। ഇവിടെ പാലാരൂട്ടത്തെ പെരുവഴിയിൽ വെച്ച് കണ്ടപ്പോൾ अच्छा ये लेके आ गए उनके पास। ഈ നിഷ്കളങ്കമായ Innocent, കുട്ടിയെ ആഹാ. നോക്കണം. ഈശ്വര, എന്തൊരു ചൈതന്യം. Your soul। अरे नहीं। മോളെ कसम അവിടെ मत। പോയി ചാച്ചിക്കോ, ഉറങ്ങിക്കോ.
परी क्या ആ, ഈ ചായ ബാജി വേണ്ട മോളെ ചായം ബജ്ജൊന്നും ഇപ്പൊ വേണ്ട ആ. चाय ഡാ, 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 भज्जी लगा നീ സ്റ്റെപ്പ് വിട്ടോളൂ പുറത്തിറങ്ങിയ അകത്താകുന്ന നിങ്ങൾ രണ്ടുപേരും चलो ചമ്മന്തി अभी കഴിക്കാൻ उनको छोड़ भी नहीं सकते ആ ഞാൻ ഡെയിലി ഒന്ന് ചെക്ക് ചെയ്യുന്ന ഓർത്തോ एवरी डे അല്ല പറഞ്ഞ അല്ല ഞങ്ങള് വേറെ ജോലിക്കും പോണ്ട് ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു എന്നെന്തെങ്കിലും തെറി പറഞ്ഞായിരിക്കും നീ ചെട്ടിക്കാട് കുർബാന അടിക്കാൻ കൊണ്ടുപോയല്ലടാ പാലാരിവട്ടത്തേക്ക് ഇവിടുന്ന് വെറും 10 രൂപയുള്ളൂ എടുക്കണല്ലേ 90 രൂപ 8 രൂപ ബാക്കി 92 രൂപ തീർന്നു ओ കൊല്ലും ഞാനും നാളെ नहीं किस- किसको पीटा कौन- उसको कौन पीट मार रही रहा है? है मुझे लग रहा है കൊറേ ദിവസമായി ഇത് തന്നെ ए, क्या हो रहा है मेरे साथ पिट के आए हैं ഞാൻ അവളോട് ഏത് ഭാഷ പറയാനാ ഓ, അമ്മേ. बहुत तेज मारा है കാഞ്ഞനുണ്ട് വേണ बाप കയ്യിൽ വെച്ചോ ആവശ്യം വരും പാവം इन दोनों की स्टोरी में अब बसंती भी आ गई है और वो जो है एक अलग ही चीज़ लेके आई है कि उसकी लैंग्वेज कहीं से मुझे मैच किससे समझ ही नहीं आ रही है बिकॉज लाइक मैंने बंगाली सुनी हुई है बहुत सारी सदर्न लैंग्वेजेस सुनी हुई है कुछ तो हल्का फुल्का मैच करता है कुछ समझ नहीं आ रहा बिल्कुल कुछ भी समझ में नहीं आ रहा और मैं वेट कर रही थी कि जैसे हमने देखा है कि दिलीप सर की लाइफ में ना लड़कियां बहुत अलग तरीके से आते हैं तो मुझे एक्सपेक्टेशन थी पर ये और इनका ऐसे दूर दूर तक कोई रिश्ता ही नहीं लग रहा मुझे क्योंकि लैंग्वेज ही नहीं समझ आ रही बिल्कुल वो क्या बोल रही है कौन सा लैंग्वेज बोल रही है वो तो दूर की बात है पर यार इसके हाथ भी चलते ये मुझे नहीं पता था जिस तरीके से उन्होंने दिलीप सर को थप्पड़ मारा है ना भाई बहुत ही क्रेजी था सही में आप लोगों को सीन कैसे लगा कमेंट सेक्शन में जरूर बताएगा तो लाइक करते जाए कमेंट करते जाए शेयर करते जाए और सब्सक्राइब करिए बाय